നമസ്കാരം. രുദ്രാഭിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിൽ പണക്കാരനാകുന്നതിന് മുമ്പ് ജീവിതത്തിൽ ഉറപ്പായി കാണുന്ന 12 സൂചനകളെക്കുറിച്ചാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതം പെട്ടെന്ന് കുഴപ്പത്തിലേക്ക് പോകുന്നത് പോലെ തോന്നുന്നു. മനസ്സിൽ ഒരിക്കലും സമാധാനമില്ല. ബന്ധങ്ങൾ വളരെയധികം അകന്നു പോകുന്നത് പോലെ തോന്നുന്നു. ഇതൊരു ദുർഭാഗ്യമല്ല, ഇതൊരു സൂചനയാണ്. പണം വരുന്നതിന് മുമ്പ് ജീവിതം അല്പം തകർന്നതുപോലെ തോന്നും. സാധാരണമായ ഒരു പ്രക്രിയയാണ്. ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലാണ് എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും. പണം വരുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ആദ്യത്തെ സൂചന എന്ന് പറയുന്നത് ജീവിതം അശാന്തമാകാൻ തുടങ്ങുന്നതാണ്. പണക്കാരനാകുന്നതിന് മുമ്പ് തന്നെ ജീവിതത്തിൽ ഇങ്ങനെ തോന്നും. എല്ലാം കൈവിട്ടു പോകുന്നത് പോലെ, ഒന്നും സ്ഥിരതയില്ലായ്മ, മനസ്സിൽ സ്ഥിരം ഒരു അസ്വസ്ഥത. കാരണം നിങ്ങളുടെ പഴയ ജീവിതശൈലി വരാനിരിക്കുന്ന സമൃദ്ധിക്ക് പോരാത്തതാണ്. പ്രപഞ്ചശക്തി നിങ്ങളെ സൗകര്യ മേഖലയിൽ നിന്ന് പുറത്തേക്ക് തള്ളുകയാണ്. ഇതിൻ്റെ ലക്ഷണമെന്ന് പറയുമ്പോൾ ഇനി ഇങ്ങനെ തുടരാൻ പറ്റില്ല എന്ന ശക്തമായ തോന്നൽ മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ സൂചന എന്ന് പറയുന്നത് ഒറ്റപ്പെടൽ വർദ്ധിക്കും. പണം വരുന്നതിന് മുമ്പ് പലരും അനുഭവിക്കുന്ന ഒരു ഘട്ടമാണിത്. സുഹൃത്തുക്കൾ മാറി നിൽക്കും. സംസാരിക്കാൻ ആളുകൾ കുറയും. എനിക്ക് ആരുമില്ല എന്നൊരു ഫീൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. ഇതൊരു ശാപമല്ല, തിരഞ്ഞെടുക്കൽ പ്രക്രിയയാണ്. നിങ്ങൾ സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കുന്ന ഒരു സമയമാണ്. ഈ ലക്ഷണം വരുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ എനിക്കിഷ്ടമാണ് എന്ന ചിന്താഗതി എപ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നും. മൂന്നാമത്തെ സൂചന എന്ന് പറയുന്നത് ചിന്താഗതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നതാണ്. സമയം വെറുതെ കളയാൻ മനസ്സില്ല. പണം എങ്ങനെ വർദ്ധിപ്പിക്കാം എന്ന ചിന്ത. ആളുകളുടെ ജീവിതം നമ്മൾ നോക്കിക്കാണും. ഇത് നിങ്ങളെ ജീവനോപാധിയായ മനസ്സിൽ നിന്ന് വളർച്ചയുടെ മനസ്സിലേക്ക് മാറ്റുന്നതാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എൻ്റെ സമയം വിലപ്പെട്ടതാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണർന്നു വരുന്നതാണ്. നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പെട്ടെന്ന് വലിയ വെല്ലുവിളികൾ ജീവിതത്തിലേക്ക് വരുന്നതാണ്. പണം വരുന്നതിന് മുമ്പ് ജീവിതം കടുത്ത പരീക്ഷകൾ നൽകും. സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ, കടം, ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ പ്രശ്നങ്ങൾ, അപമാനം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. ഇത് നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും നിങ്ങൾക്കുള്ള സഹനം വന്നു ചേരാനും ആത്മവിശ്വാസം വർദ്ധിക്കാനും വേണ്ടിയുള്ള ഒരു പരിശോധനയാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇത് തരണം ചെയ്താൽ ഞാൻ മറ്റൊരു തലത്തിലേക്ക് ഉയരും എന്നൊരു വിശ്വാസം മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അഞ്ചാമത്തെ സൂചന എന്ന് പറയുന്നത് പഴയ വിശ്വാസങ്ങൾ തകരുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ, പണം മോശമാണോ, സമ്പന്നരെല്ലാം തെറ്റാണോ, ഈ വിശ്വാസങ്ങൾ ഒന്നൊന്നായി തകരുന്നതായി കാണാം. നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും പണം ഒരു വലിയ ശക്തിയാണ്. അത് ഉപയോഗിക്കുന്നവനാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് പണം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമെന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിൽ വന്നു ചേരുന്നതാണ്. ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ആകർഷണ ശക്തി വർദ്ധിക്കും. പണം വരുന്നതിന് മുമ്പ് ചിലർ അനുഭവിക്കും. യാദർശികമായി പല സംഭവങ്ങളും നമ്മുടെ മുന്നിലേക്ക് വന്നു ചേരും. ഓരോ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുന്നത് വളരെയധികം നല്ല സൂചനകളാണ്. അവസരങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മളിലേക്ക് ലഭിക്കുന്നതായി കാണാം. ഇത് നിങ്ങളുടെ ഊർജ്ജനില മാറ്റുന്നുവെന്ന സൂചനയാണ്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് എല്ലാം എൻ്റെ പക്ഷത്തേക്ക് ചേരുന്നു എന്ന് തോന്നൽ എപ്പോഴും മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ചെറിയ അവസരങ്ങൾ വലുതായി തോന്നും. മുൻപ് അവഗണിച്ച കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഗൗരവമായി കാണും. ചെറിയ ആശയങ്ങൾക്ക് പോലും വില കൊടുക്കുന്ന ഒരു സമയമായിരിക്കും. സൈഡ് ഇൻകം എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എല്ലാ കാര്യങ്ങളും പഠിക്കാൻ താല്പര്യം കാണിക്കും. സമ്പത്ത് എപ്പോഴും ചെറിയ തുടക്കത്തിലൂടെയാണ് വരുന്നത്. ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് ഇതിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സാധ്യതകളുണ്ട് എന്ന് എപ്പോഴും മനസ്സിൽ തോന്നുന്നതാണ്. എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് കർമ്മബോധം ഉണരും.
നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ സംഭവത്തിനും ഒരർത്ഥമുണ്ട്. അനീതിയിലൂടെ സമൃദ്ധി വരില്ല. നല്ല ഉദ്ദേശം നിർബന്ധമാണ്. പണം കർമ്മത്തോട് ബന്ധപ്പെട്ട് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് ഞാൻ ശരിയായ വഴിയിലാണ് എന്നുള്ളൊരു ശാന്തത എപ്പോഴും മനസ്സിലുണ്ടാകും. 9ാമത്തെ സൂചന എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ അടയാളങ്ങളാണ്. ഈ ഘട്ടത്തിൽ പലരും ഇത് അനുഭവിക്കും. ഓരോ വാക്കുകൾ വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിൽ വരുന്നതായി കാണാൻ പറ്റും. പ്രത്യേകിച്ച് 11, 11, 108 പോലുള്ള സംഖ്യകൾ. അപ്രതീക്ഷിതമായിട്ട് വളരെയധികം അവസരങ്ങൾ നമ്മളെ തേടിയെത്തുന്നതായി കാണാം. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു അംഗീകാരമാണ്. ആത്മീയമായ ഇതിൻ്റെ സൂചന എന്ന് പറയുന്നത് എനിക്കുള്ള വഴികാട്ടൽ ലഭിക്കുന്നു എന്നാണ്. നമ്മുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങും, എനിക്കുള്ള സമ്പത്തിൻ്റെ വഴിയിലേക്ക് ഞാൻ എത്തിത്തുടങ്ങി എന്ന്. 10ാമത്തെ സൂചന എന്ന് പറയുന്നത് സമൃദ്ധിയുടെ അകത്തെ തയ്യാറെടുപ്പാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പണം ഒരു ലക്ഷ്യമല്ല, സമാധാനമാണ് അടിസ്ഥാനമെന്ന്. സമൃദ്ധി പങ്കുവെക്കാനുള്ളതാണ് എന്ന്. ഈ ബോധമെത്തുമ്പോൾ പണം സ്വയം ജീവിതത്തിലേക്ക് വരും. ആത്മീയമായ സൂചന എന്ന് പറയുമ്പോൾ എനിക്ക് ലഭിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തണം എന്ന മനോഭാവം ഉള്ളിൽ വരാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ ജീവിതം ഉയരങ്ങളിലേക്ക് എത്താൻ തുടങ്ങുന്നു എന്നാണ് അതിനർത്ഥം. 11ാമത്തെ സൂചന എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഏകാന്തതയും ആത്മീയതയും ശക്തി കൂടുന്നതാണ്. ഒറ്റപ്പെടൽ ദുർബലതയല്ല, ശക്തിയുടെ ഒരു തുടക്കം തന്നെയാണ്. ഈ സമയത്ത് ജീവിതത്തിൽ വളരെയധികം ചിന്തകൾ കൂടും. ധ്യാനം, പ്രാർത്ഥന എന്നിവയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കും. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ ഉള്ളിൽ തന്നെ ചോദിക്കാൻ തുടങ്ങും. ഇത് ആത്മാവും മനസ്സും ഒരേ ദിശയിൽ വരുന്നതിൻ്റെ ഒരു ഘട്ടമാണ്. ആത്മീയമായ ഒരു സൂചന എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്ന ചോദ്യം എപ്പോഴും മനസ്സിൽ വരുന്നതാണ്. ഇത് നിങ്ങളെ ഉയർത്താൻ വളരെയധികം സഹായിക്കുന്നതാണ്. 12ാമത്തെ സൂചന എന്ന് പറയുന്നത് നന്ദി പറയലാണ്. നമുക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്കെല്ലാം നമ്മൾ പ്രപഞ്ചത്തോട് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കുള്ള ഒരു സമയമായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇതിൽ പലതും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സമൃദ്ധിയിലേക്ക് ആത്മീയമായി തയ്യാറായി കഴിഞ്ഞു. ഓർക്കുക, പണം ദൈവത്തിൻ്റെ ഊർജമാണ്. അതിന് അർഹനായാൽ അത് നിങ്ങളെ തേടിയെത്തും. ഈ വീഡിയോ നിങ്ങളുടെ ഉള്ളിൽ ഒരു വെളിച്ചം തെളിയിച്ചെങ്കിൽ കമൻറ്റ് ചെയ്യൂ, ഞാൻ സമൃദ്ധിക്ക് തയ്യാറാണ്. എല്ലാവർക്കും ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും തന്നെ വന്നു ഭവിക്കട്ടെ. ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ഉള്ളിൽ നന്മയുടെ ഒരു പ്രകാശം തെളിയിക്കട്ടെ.